ഡോക്ടർ മിശ്രയുടെ യോഗ സ്റ്റുഡിയോയിൽ വെച്ച് പരിചയപ്പെട്ടവരും മാത്രമായിരുന്നു. സ്വന്തം മുറിയുടെ ശോചനീയാവസ്ഥ കണക്കിലെടുത്താൽ പോലും ആ സമ്മേളനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പുതുജീവന്റെ ഉറവിടമായി തീരുകയായിരുന്നു. ഈസ്റ്റ് സെവൻസ് സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ലോവർ ഈസ്റ്റ് സൈഡ് പരിസരത്തെ ദി പാരഡോക്സ് എന്ന ലഘുഭക്ഷണശാല ജോർജസ് ഓസാവ എന്ന വ്യക്തിയുടെ ചിന്തകളിൽ അധിഷ്ഠിതമായി സസ്യവിഭവങ്ങൾ മാത്രം നൽകുന്ന മാക്രോബയോട്ടിക് ആഹാരരീതി അവലംബിക്കുന്ന ഒന്നായിരുന്നു. തെരുവിൽ നിന്നും ഒരു നില താണുപണിയപ്പെട്ട ഒരു കടമുറിയിലാണ് ഇത് പ്രവർത്തിച്ചു പോന്നിരുന്നത്. മെഴുകുതിരി വെളിച്ചം പരന്ന മുറിയിൽ വൃത്താകൃതിയിൽ ചെറിയ ചെറിയ തീൻമേശയിൽ സജ്ജീകരിച്ചിരുന്നു. ആഹാരമാകട്ടെ വില കുറഞ്ഞതും നല്ല പ്രശസ്തി സമ്പാദിച്ചതുമായിരുന്നു. അവിടെ നിങ്ങൾക്ക് ഉള്ളത്ര ചായ സൗജന്യമായി ലഭിക്കും. ഒരു ഭക്ഷണശാല എന്നതിലും ഉപരി ദി പാരഡോക്സ് ഒരു ആത്മീയ സാംസ്കാരിക കേന്ദ്രമായും അറിയപ്പെടുകയായിരുന്നു. പണ്ടുകാലത്തെ ഗ്രീൻവിച്ച് ഗ്രാമങ്ങളിലെ സമ്മേളനങ്ങളെ പോലെയോ 1920കളിലെ പാരീസ് കഫേകളെ പോലെയോ ഉള്ള ഉന്നത വിചാര വിനിമയം നടക്കുന്ന ജനസംഗമസ്ഥാനം പാരഡോക്സിൽ ഒന്നും വാങ്ങിക്കാതെ ദിവസം മുഴുവൻ ചുറ്റി നടക്കാം. ആരും പരാതിപ്പെടുകയില്ല. അവിടെയുള്ള ജനാവലി മിസ്റ്റികളുടെ സമൂഹമായിരുന്നു. പ്രത്യേകിച്ചും പൗരസ്ത്യ ജ്ഞാനോപദേശങ്ങളിൽ പ്രത്യേക താല്പര്യമുള്ളവരായിരുന്നു ആ കൂട്ടർ. അങ്ങനെ നഗരപ്രാന്തങ്ങളിൽ ഡോക്ടർ മിശ്രയുടെ വസതിയിലെത്തിയിട്ടുള്ള പുതിയ സ്വാമികളെ കുറിച്ചുള്ള വാർത്ത അവസാനം പാരഡോക്സിലും എത്തേണ്ട താമസം അത് ദ്രുതഗതിയിൽ തന്നെ പടരുകയും ചെയ്തു. ഒരു ഫ്രീലാൻഡ് ആർട്ടിസ്റ്റായ ഹാർവേ കോഹൻ, പാരഡോക്സിലെ ജോലിക്കാരനായ ബിൽ എപ്സ്റ്റീൻ എന്നിവർ സുഹൃത്തുക്കളായിരുന്നു. ഹാർവേ ഡോക്ടർ മിശ്രയുടെ യോഗ സ്റ്റുഡിയോയിൽ വെച്ച് ഭക്തിവേദാന്ത സ്വാമിയുടെ പ്രഭാഷണം 2 or 3 തവണ കേട്ടിരുന്നു. അങ്ങനെ അദ്ദേഹം പാരഡോക്സിൽ പുതിയ സ്വാമിയെക്കുറിച്ച് തനിക്കറിയാവുന്ന രീതിയിൽ ബില്ലിനോടും മറ്റു സ്നേഹിതരോടും വിവരിച്ചു കൊടുത്തു. നീണ്ടിരുന്ന തിരമാല പോലെയുള്ള ചുരുണ്ട മുടിയും താടി മീശയുള്ളതും ഊർജ്ജസ്വലവും കാൽപ്പനിക വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു ബിൽ എപ്സ്റ്റീൻ. സുമുഖനും അത്യുത്സാഹിയുമായ അദ്ദേഹം ഭക്ഷണശാലയിൽ വരുന്ന ആളുകൾക്കിടയിൽ നഗരത്തിലെ ആധ്യാത്മിക വാർത്തകൾ പ്രചരിപ്പിക്കുന്ന കർത്തവ്യം സ്വയം ഏറ്റെടുത്തിരുന്നു. പുതിയ സ്വാമിയിൽ താല്പര്യനായതോടെ ബിൽ അദ്ദേഹത്തെ ആ ഭക്ഷണശാലയിലെ നിരന്തര സംഭാഷണ വിഷയമാക്കി തീർക്കുമായിരുന്നു. പാരഡോക്സിൽ നിന്നുള്ള ആ പുതിയ ജനവിഭാഗം ചെറുപ്പക്കാരുടെയും ഉൽപ്പതിഷ്ണുകളുടെയും കൂട്ടമായിരുന്നു. പ്രായം കൂടിയവരും യാഥാസ്ഥിതികരുമായ നഗരവാസികൾക്കു നേർ വിപരീതമായിരുന്നു ഈ കൂട്ടർ. അവർ ഭക്തിവേദാന്ത സ്വാമികളുടെ ക്ലാസുകളിൽ പങ്കെടുക്കാൻ തുടങ്ങി. അക്കാലത്ത് നീണ്ട താടിയും മുടിയുമെല്ലാമുള്ള ചെറുപ്പക്കാർ വിരളമായിരുന്നു. അതിനാൽ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ഭക്തിവേദാന്ത സ്വാമിയുടെ വെസ്റ്റ് സൈഡ് വസതിയിലുള്ള പ്രഭാഷണങ്ങൾക്ക് വരാൻ ആരംഭിച്ചപ്പോൾ പതിവായി വന്നുകൊണ്ടിരുന്ന മുതിർന്നവരിൽ ചിലർ അമ്പരന്നുപോയി. ഒരാൾ പറഞ്ഞതുപോലെ, സ്വാമി ഭക്തിവേദാന്ത മറ്റുതരം ആളുകളെ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. ബോവറിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളുടെ ഉള്ളറകളിൽ നിന്നോ ആവാം ഇത്തരക്കാരെ അദ്ദേഹം കൊണ്ടുവന്നത്. അവർ വന്നത് വിചിത്രമായ തൊപ്പികൾ അണിഞ്ഞും നരച്ച കമ്പിളിപ്പുതപ്പുകൾ ചുറ്റി പുതച്ചും. അവരുടെ പൊടുന്നനെയുള്ള വരവ് തന്നെ അമ്പരിപ്പിച്ചു കളഞ്ഞു. പാരഡോക്സിൽ നിന്നും വന്ന 21-കാരനായ ഡേവിഡ് അല്ലൻ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളെ പറ്റി വായിച്ചറിഞ്ഞ കാര്യങ്ങളാൽ ശുഭപ്രതീക്ഷയോടെ ആകർഷിക്കപ്പെട്ട്
അടുത്തിടെ മാത്രം നഗരത്തിലേക്ക് താമസം മാറിയ ഒരാളായിരുന്നു. സ്വാമിയുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ വരുന്ന ആ പഴയ സംഘത്തെ വെസ്റ്റ് സൈഡിലെ പ്രായം കൂടിയ ഒരു കൂട്ടം ബഹളക്കാരിയായ സ്ത്രീകളെന്നായിരുന്നു വിശേഷിപ്പിച്ചത്. ഡേവിഡ് ഞങ്ങൾ അന്ന് ഹിപ്പികളെന്ന് അറിയപ്പെട്ടിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ടായിരുന്ന മുതിർന്ന ശ്രോതാക്കൾക്ക് തങ്ങളുടെ വരവ് വിചിത്രമായി തോന്നി. ഈ പുതിയ സംഘത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു. അന്നുവരെയും ഇന്ത്യയിൽ നിന്നും വന്ന ആചാര്യന്മാർക്കെല്ലാം ഈ പ്രായം കൂടിയ വിഭാഗത്തിൽ നിന്നും മാത്രമാണ് അനുയായികളെ ലഭിച്ചു പോന്നിരുന്നത്. അവരിൽ ധനികരായ വിധവകൾ അവർക്ക് പണം നൽകി വരികയും ചെയ്തു. എന്നാൽ ഈ സ്വാമിജി ഉടൻ തന്നെ നിർധരരും ചെറുപ്പക്കാരനുമായ തങ്ങളുടെ നേരെ ശ്രദ്ധ ചെലുത്തുവാൻ തുടങ്ങി. അങ്ങനെ സംഭവിച്ചയുടൻ ബിൽ എപ്സ്റ്റീനും കൂട്ടരും ചർച്ച ചെയ്യാൻ ആരംഭിച്ചത് എന്തെന്നാൽ, സ്വാമി അവരുടെ ഇടയിൽ ലോവർ ഈസ്റ്റ് സൈഡിലേക്ക് താമസം മാറ്റിയാൽ കൂടുതൽ നന്നായിരിക്കും എന്നതായിരുന്നു. നഗരത്തിന്റെ ഈ അന്തസ്സു കുറഞ്ഞ പ്രദേശമായ ഡൗൺ ടൗണിലാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടോ നഗരത്തിന്റെ ഉന്നത നഗരങ്ങളിൽ ആധ്യാത്മികമായ ഒരു മുന്നേറ്റവും കാണാനിടയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഡൗൺ ടൗണിലെ ജനങ്ങൾക്കായിരുന്നു സ്വാമിയെ ആവശ്യം. ആധ്യാത്മികതയ്ക്ക് അനുയോജ്യമായ സന്ദർഭങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെയും ജീവിതം ഉണ്ടായിരുന്നു, മറ്റെവിടേക്കാളും സംഭവബഹുലമായ ജീവിതം. ഭക്തിവേദാന്ത സ്വാമി ഒരിക്കൽ പുറത്തുപോയിരുന്ന സമയം നോക്കി അദ്ദേഹത്തിന്റെ 307 നമ്പർ മുറിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ടൈപ്പ് റൈറ്ററും ടേപ്പ് റെക്കോർഡറും ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഭക്തിവേദാന്ത സ്വാമി തിരികെ വന്നപ്പോൾ അവിടുത്തെ കാവൽക്കാരൻ തന്നെ അദ്ദേഹത്തെ മോഷണ വിവരം അറിയിക്കുകയായിരുന്നു. ഏതോ അജ്ഞാതനായ മോഷ്ടാവ് വാതിലിന് മുകളിലൂടെ ചില്ലുപാളി തകർത്ത് ഉള്ളിൽ കയറുകയും ചില വിലപ്പെട്ട വസ്തുക്കളെല്ലാം മോഷ്ടിച്ച് കളയുന്നതായും അയാൾ പറഞ്ഞു. ആ കാവൽക്കാരന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ തന്നെ ഭക്തിവേദാന്ത സ്വാമിക്ക് മനസ്സിലായി, കള്ളൻ മറ്റാരുമല്ലെന്ന്. സ്വാഭാവികമായും അത് തെളിയിക്കാൻ അയാൾക്കെതിരെ ഒരു തുമ്പുമില്ലായിരുന്നു. അതുകൊണ്ട് നിരാശയോടെ അദ്ദേഹം ആ നഷ്ടം സഹിച്ചു. അതോടെ ഭക്തിവേദാന്ത സ്വാമിക്ക് ആ 307 നമ്പർ മുറിയിൽ താമസിക്കുവാനുള്ള ഉത്സാഹം നഷ്ടമായി. നഷ്ടപ്പെട്ട ടൈപ്പ് റൈറ്ററും ടേപ്പ് റെക്കോർഡറിനും പകരമായി പുതിയത് നൽകുവാൻ ചില സുഹൃത്തുക്കൾ സന്നദ്ധ പ്രകടിപ്പിച്ചെങ്കിലും ആ കാവൽക്കാരൻ അതും മോഷ്ടിക്കില്ലെന്ന് എന്തുറപ്പാണുള്ളത്? അതേസമയം തന്റെ ശ്രോതാക്കളിൽ പുതുതായി വന്ന ഹാർവേ ഹോക്കനും ബിൽ എസ്റ്റീനും അദ്ദേഹം ഡൗൺ ടൗണിലേക്ക് താമസം മാറ്റണമെന്നും അവിടെ എത്തിയാൽ അവിടുത്തെ യുവജനങ്ങളിൽ നിന്നും കൂടുതൽ തൽപരരായ അനുയായികളെ കിട്ടുമെന്നും ഉറപ്പുകൊടുത്തു. തീർച്ചയായും അതായിരുന്നു കൂടുതൽ ആകർഷകമായ നിർദ്ദേശം. ഈ സമയം ഹാർവേ ന്യൂയോർക്ക് വിട്ട് കാലിഫോർണിയയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ബോവറിയിലെ തന്റെ മേൽത്തട്ടുമുറി സ്വാമിക്ക് ഡേവിഡ് അല്ലനോടൊത്ത് താമസിക്കത്തക്കവണ്ണം വിട്ടുകൊടുക്കാമെന്നും എന്നേറ്റു. ഭക്തിവേദാന്ത സ്വാമി അത് സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം തന്റെ 72-ാം തെരുവിലെ മേൽവിലാസം ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ആ കെട്ടിടത്തിൽ പണി ചെയ്തിരുന്ന സുഹൃത്തായ ഒരു ഇലക്ട്രീഷ്യൻ അദ്ദേഹത്തിനൊരു മുന്നറിയിപ്പുമായി മുന്നോട്ട് വന്നു. ഈ ബോവറി എന്ന സ്ഥലം മാന്യന്മാർക്ക് യോജിച്ചതല്ല. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും അഴിമതിയും അക്രമവും നിറഞ്ഞ സ്ഥലമാണിത്. സുഹൃത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചു. 307 നമ്പർ മുറിയിൽ നിന്ന് സ്വാമിയുടെ വസ്തുക്കൾ കളവ് പോയെന്നത് ശരി തന്നെ. അതിനു പകരം ബോവറിയിലേക്ക് താമസം മാറ്റണമെന്നില്ലല്ലോ. പക്ഷേ ഭക്തിവേദാന്ത സ്വാമി തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. ഭക്തിവേദാന്ത സ്വാമി ബോവറിയിൽ താമസം ആരംഭിച്ചു. ഒരു ചെറിയ ലൈറ്റിനു കീഴിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അതേസമയം ആ നഗരഭാഗത്ത് അതേപോലുള്ള നൂറുകണക്കിന് വെറും ബൾബുകൾക്കിടയിൽ നൂറുകണക്കിന് വരുന്ന വഴിതെറ്റിയ ചെറുപ്പക്കാരനും
ഇരിക്കുന്നത് കാണാം. അവരെ പോലെ തന്നെ അദ്ദേഹത്തിനും നിശ്ചിതമായ വരുമാനമൊന്നുമില്ല, സുരക്ഷിതമായ വാസസ്ഥാനവുമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ബോധം മാത്രം അവരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ശ്രീമദ് ഭാഗവതം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭക്തിവേദാന്ത ഭാവാർത്ഥങ്ങളിൽ കൂടി ലോകത്തോട് തന്നെ സംസാരിക്കുകയായിരുന്നു. ഒരു റിവർ സൈഡ് ഡ്രൈവ് അപ്പാർട്ട്മെന്റിലെ 14-ാമത്തെ നിലയിലിരുന്നാലും ബോവറിയിലെ മേൽത്തട്ടുമുറിയിലെ ഒരു മൂലയിലിരുന്നാലും അദ്ദേഹത്തിന്റെ ദൗത്യം ഒന്നു തന്നെ. മനുഷ്യരാശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന നിലയിൽ കൃഷ്ണാവബോധം സ്ഥാപിച്ച് എടുക്കുക. അവിടെയും അദ്ദേഹം തന്റെ വിവർത്തനത്തെ കുറിച്ചും ന്യൂയോർക്ക് നഗരത്തിൽ ഒരു കൃഷ്ണക്ഷേത്രം സ്ഥാപിക്കണമെന്ന തന്റെ ചിരകാല അഭിലാഷത്തെക്കുറിച്ച് ധ്യാനിച്ച് നാളുകൾ കഴിച്ചു. അവബോധം സദാ കൃഷ്ണന്റെ സർവലൗകികമായ ദൗത്യത്തിൽ മുഴുകിയിരിക്കിയാൽ അദ്ദേഹം ആശ്രയത്തിനായി ചുറ്റുമുള്ള പരിസരങ്ങളെ ആശ്രയിച്ചതേയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗൃഹം എന്നത് ഇഷ്ടികയും മരവും ചേർന്ന ഒരു വസ്തുവല്ലായിരുന്നു, മറിച്ച് എല്ലാ അവസ്ഥകളിലും കൃഷ്ണനെ ശരണം പ്രാപിക്കാനുള്ള ഇടമായിരുന്നു. അദ്ദേഹം തൻ്റെ സ്നേഹിതരോട് പറഞ്ഞതുപോലെ, എല്ലായിടവും എൻ്റെ വീടാണ്. അതേസമയം കൃഷ്ണന്റെ അഭയദാനമില്ലെങ്കിൽ ലോകം മുഴുവനും തന്നെ അല്ലാതായിത്തീരും. സ്വാമിജി ബോവറിയിലെ മേൽത്തട്ടുമുറിയിലേക്ക് താമസം മാറ്റിയിരിക്കുന്നുവെന്ന വാർത്ത പെട്ടെന്ന് പരന്നു. പ്രത്യേകിച്ച് പാരഡോക്സ് റെസ്റ്റോറന്റിൽ ഈ ജനശ്രുതി പതിവ് പോലെ അതിവേഗം പ്രചരിപ്പിക്കപ്പെട്ടു. അന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ കീർത്തനങ്ങൾ ആലപിക്കാനായി ജനങ്ങൾ വന്നെത്തി തുടങ്ങി. സ്വാമിജിയുടെ പുതിയ സമൂഹത്തിൽപ്പെട്ടവരിൽ കൂടുതലും തദ്ദേശീയരായ സംഗീതജ്ഞരും കലാകാരന്മാരുമായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ സംഗീതമയമായ കീർത്തനങ്ങളാണ് അവരെ ആകർഷിച്ചത്. അങ്ങനെ ബോവറിയിലെ ജനങ്ങൾക്ക് തത്വചിന്തകളെ ഉപേക്ഷിച്ച് ആ അതീന്ദ്രിയമായ സംഗീതത്തോടെ കൂടുതൽ ആകർഷകരായി കാണപ്പെട്ടു. ദിവസവും രാവിലെ ഭക്തിവേദാന്ത സ്വാമി ശ്രീമദ് ഭാഗവതത്തെ ആസ്പദമാക്കി പ്രഭാഷണം നൽകും. ഡേവിഡ് അല്ലൻ, റോബർട്ട് നെൽസൺ, പിന്നെ മൂന്നാമതൊരു യുവാവ്, ഇവർ മുടങ്ങാതെ രാവിലത്തെ പ്രഭാഷണത്തിൽ പങ്കെടുക്കും. ചില അവസരങ്ങളിൽ അദ്ദേഹം താല്പര്യമുള്ളവർക്കായി പാചക ക്ലാസും എടുത്തിരുന്നു. സാധാരണ ജിജ്ഞാസുക്കളായി വരുന്ന സന്ദർശകരോടും പിന്നെ തൻ്റെ കൂടെ പുതിയ താമസക്കാരനായി വന്ന ഡേവിഡ് അല്ലനോടും വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ഹരേ കൃഷ്ണ, വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. ഞാൻ പറയാം. ഹരേ കൃഷ്ണ. നഗരപ്രദേശങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നത് പോലെ തന്റെ സായാഹ്ന ക്ലാസുകൾ തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ അദ്ദേഹം ഇവിടെയും സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പഴയ സുഹൃത്തുക്കൾക്ക് ഈ പുതിയ സ്ഥലം കുറച്ചധികം ദൂരത്തായിരുന്നു. മാത്രമല്ല ഈ സ്ഥലം ബോവറിയിലാണെന്നതായിരുന്നു പ്രധാന വസ്തുത. അന്തിയുറങ്ങാൻ ഒത്തുചേരുന്ന അപസഞ്ചാരികൾ തെരുവിലേക്ക് ഇറങ്ങുന്ന കവാടത്തിനു കുറുകെ കിടക്കുക പതിവായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും സന്ദർശകൻ വരുമ്പോൾ അയാൾക്ക് ആ 4 നില പടി കയറുന്നതിനു മുമ്പേ വാതിക്കൽ തന്നെ വഴിമുടക്കി കിടക്കുന്ന ഇത്തരം 6 പേരുടെ മുകളിലൂടെയെങ്കിലും കടന്നു പോകേണ്ടതായി വരും. എന്നാൽ പോലും അവിടെ നടക്കുന്നത് ഒരു പുതിയ അനുഭവം തന്നെ. മുകളിൽ ചെന്ന് ഹിപ്പികളുടെ കൂടെ ഇരുന്നാൽ സ്വാമിജി കീർത്തനത്തിനും നേതൃത്വം നൽകുന്നത് കാണാം. ആ മുറി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇപ്പോ പ്രഭുജി എത്തിയിട്ടുണ്ട്. മുരളീനാഥ് പ്രഭുജിയെ നമ്മളെ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് വെൽക്കം ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ. ജയ രാധാമാധവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ പ്രഭു പ്രണാം. ജയ കുഞ്ച വിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോപീജന വല്ലഭ ഗിരിവരധാരി ജയ ഗിരിവരധ ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി യശോദനന്ദന വ്രജജനാരഞ്ജന യശോദനന്ദന വ്രജജനാരഞ്ജന യശോദനന്ദന വ്രജജനാരഞ്ജന യമുനാ തീരാവനചാരി യമുനാ തീരാവനചാരി ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നമാവും വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ നാമിനേ ഗൗരദശേ നമഃ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹൃതാംഗം മമുദ്ധാർ ഭവാന്നവ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മധിയോയം സർവദാ സപരസ്ത്വയ നിർവിഘ്നേനൈവ കർത്തവ്യം ദാസോഹം തവ കേശവ. കസ്തൂരിതിലകം നാസാഗ്രേ വരമൂർത്തിയം കരതലേ വേണുകരീ കങ്കണം സർവാംഗീ ഹരിചന്ദനം സുരളിതം കണ്ടേജ മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതി ഗോപാലചൂടാമണി. അസ്തി സ്വസ്തരുണീ കരാഗ്ര വികരത് കൽപ്പപ്രസൂനാലുക്തം വസ്തു പ്രസ്തുദ്വേണുനാഥലഹരി നിർവാ നിർവ്യാകുലം സ്രസ്താ നിബദ്ധാ നീവ്രസദ്ഗോപീ സഹസ്രാവൃതം ഹസ്തന്യസ്തൻ താപവർഗം അഗ്രോധാരം കിശോരാഹൃതി. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ശ്രീമദ്ഭാഗവതം നാമപുരാണം ലോകവിശ്രുതം ശൃണ്യാ ശ്രദ്ധയാ യുക്തോ മമ സന്തോഷകാരണം. ശ്ലോകാർദ്ധം ശ്ലോകപാദം വ നിത്യം ഭാഗവതോദ്ഭവം പഠതേ ശൃണ്യായസ്തു ഗോസഹസ്രഫലം ലഭേത്. മമോസേഷു സർവേഷു ശ്രീമദ്ഭാഗവതം പരം ശൃണ്വന്ത്യാ നരാഭക്യ മമ പ്രത്യേക സുഹൃത്. വസ്ത്രാലങ്കരണൈ പുഷ്പേ ധൂപദീപ ഉപകാരകൈ വഹീകൃതോ ഹി അഹം ദച്ഛാശ്രിയാ സത്പതിരിഥാ. സുഖരൂപപ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത്കഥാ പ്രകാശേന മേധജ്ഞാനം വിനാശയ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോ അന്വേഷിക്കാൻ സാധിക്കുന്നതിനും എല്ലാവർക്കും സാഷ്ടാംഗ പ്രണാമം. ഹരേ കൃഷ്ണ. നമ്മുടെ എന്തൊക്കെയാ കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകളായിട്ട് അതിലൊക്കെ എവിടുന്നൊക്കെ ഓർമ്മിക്കുന്നതല്ലേ? അങ്ങനെയല്ലേ? ആണോ?
എങ്ങനെയാണ്? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നതെല്ലാം? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ് പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ അല്ലേ, ഒരാഴ്ച എത്ര ക്ലാസ്സാ അല്ലേ? പിന്നെ എങ്ങനെ എല്ലാം ഓർമ്മിക്കും അല്ലേ? അങ്ങനല്ലേ? നമുക്ക് സമയമില്ല സത്യത്തില്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ക്ലാസ് എടുത്ത് പോകുന്നത്. അല്ലെങ്കിൽ ആഴ്ച ഒരിക്കലൊക്കെ ചെയ്യായിരുന്നു. അപ്പം എല്ലാവരും അവിടെ നിന്ന് വിളിക്കുക, ആ ക്ലാസ്സിനോ ഈ ക്ലാസ്സിനുണ്ട്, ഇത് കഴിഞ്ഞ ഉടനെ ഇന്ന് ഫിസിക്കൽ ക്ലാസ് ഇല്ലേ പ്രഭു? ഇല്ലേ? ഉണ്ട് പ്രഭു, ഉണ്ട്. ഫിസിക്കൽ ക്ലാസ് നമുക്ക് സത്യത്തില് ഇത് യഥാവിധി ബാല്യകാലം മുതലേ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്രയധികം ക്ലാസ്സുകളുടെ ആവശ്യമില്ലായിരുന്നു. ഇനിയിപ്പോ നമ്മള് ഈ പരീക്ഷയ്ക്ക് പോർഷൻ തീർക്കുമ്പോൾ എങ്ങനെ തീർക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ സാധാരണ ചെയ്തു വരാറുള്ളത്? പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെയായിരുന്നു? പണ്ട് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞു നമ്മളെ പീഡിപ്പിക്കുമെന്നാ പറയണ എല്ലാരും. ഇതുപോലെ പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ആരായനാ പ്രഭു. അപ്പൊ പരീക്ഷയ്ക്ക് പോർഷൻ തീരാതെ വരുമ്പോ നമ്മൾ എക്സ്ട്രാ ക്ലാസ്സുകൾ വെക്കും അല്ലേ? അല്ലേ? അതെ അതെ. അതെ. പത്താം സ്കന്ധത്തിലെ എന്തോ? പത്താം സ്കന്ധത്തിലെ 12 അധ്യായം 11 ശ്ലോകമല്ലാച്ചി പറഞ്ഞു നിർത്തിയത്. 10-ാം അധ്യായത്തിലെ 10ാം സ്കന്ധം ആ 12 അധ്യായം 11 വെരി ഗുഡ്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വെറുതെ ജസ്റ്റ് നോക്കിയതാണ്. സന്തോഷം, വളരെ സന്തോഷം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതിലോട്ട് പകുതി തമാശയാണെങ്കിലും എന്നാൽ അതിനകത്തൊരു സീരിയസ്നെസ്സും ഉണ്ട്. കാര്യം നമ്മൾ തുടങ്ങേണ്ട സമയത്ത് നമ്മളൊന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇവിടുന്ന് പോകുന്നതിന് മുമ്പിട്ട് ഇത്തിരിയെങ്കിലും ഭഗവാനോട് അടുത്ത് എത്താനുള്ള ആ ഭക്തിയുത സേവനത്തിന്റെ പാതയെങ്കിലും ക്ലിയർ ആക്കാനുള്ള വഴി നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ അടുത്ത ജനറേഷന് അത് പ്രശ്നമാകും. ഇതാണ് വിഷയം. അപ്പൊ അവര് നമ്മളെ എന്ത് ചെയ്യും? വഴി പറയും. വഴി പറയുന്നുള്ളതല്ല, ശപിക്കും. അതെ, തീർച്ചയായിട്ടും. സത്യമാ പറയുന്നത്. അവര് നമ്മളെ ശപിക്കും. നമുക്ക് എന്തെങ്കിലും ഗതി കിട്ടുമോ? നമ്മളെ താഴോട്ട് പിടിച്ചു വലിക്കും. നമ്മളെ പിടിച്ചു വലിക്കും. അപ്പൊ നമ്മുടെ പോകുന്ന പാതകളിൽ നമുക്ക് അവിടെയും തടസ്സം വരും. ഇവിടെ മാത്രമല്ല, അടുത്ത ജന്മമെങ്കിലും ശരിയാക്കാന്നും പറഞ്ഞുകൊണ്ട് പോകുമ്പോഴായിരിക്കും അവിടുന്ന് വീണ്ടും നമ്മളെ പിടിച്ചു വലിക്കും. താഴെയുള്ളവരെ കരഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പൂർവികന്മാര്, എൻ്റെ പിതാക്കന്മാര് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞങ്ങൾ എത്ര രക്ഷപ്പെട്ടേനെ എന്ന് അവർ പറഞ്ഞ് പരിതപിക്കും. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ 2 തലമുറകളുടെ ഉത്തരവാദികളാണ്. ഒന്ന്, ഈ ജന്മം നമ്മുടെ കൂടെ വസിക്കുന്നവര്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവര്, നമ്മളെ സത്യമാണെന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ പറയുന്നത്? ആണോ? പ്രഭു, അതെ, 100%. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നേരെ ശ്ലോകമായിട്ട് കൈ കിട്ടിയത് ശ്രീമദ് മഹാഭാഗവതം 3ാം സ്കന്ധം എത്രാമത്തെ അധ്യായം? 9-ാമത്തെ അധ്യായം 42-ാമത്തെ ശ്ലോകം ഒന്ന് എടുത്താട്ട്. തൃതീയ സ്കന്ധം എത്രാമത്തെ അധ്യായം എന്ന് പറഞ്ഞ പ്രഭു? എത്രാമത്തെ? 9-ാമത്തെ അധ്യായം. 9-ാമത്തെ അധ്യായം. അഞ്ചാമത്തെ ശ്ലോകം കൂടെ ഒന്ന് എടുത്തു വെച്ചാട്ട്. ഒന്ന് എടുത്തു വെച്ചാട്ട് റെഫറൻസ്.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കിട്ടിയോ? കിട്ടി. അഹമാത്മാത്മാന അല്ലേ? അതെ അതെ. വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ. അഹമാത്മാത്മനാം താത പ്രേഷ്ടാസൻ പ്രേയസാമപി അതോ മയിരതിം കുര്യാത് ദേഹാദേര്യത് കൃതേ പ്രിയ. വിവർത്തനം ശ്രീല പ്രഭുപാദർ കെ ജി. എല്ലാ വ്യക്തികളുടെയും പരമാത്മാവ് ഞാനാകുന്നു. ഞാനാണ് പരമോന്നത സംവിധായകനും പ്രിയങ്കരനും. ആളുകൾ തെറ്റായി സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളോട് മമത പുലർത്തുന്നു. അവർ എന്നോട് മാത്രം മമത പുലർത്തണം. ഹരേ കൃഷ്ണ. എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ വ്യക്തികളുടെയും പരമാത്മാവ് ഞാനാകുന്നു. ഞാനാണ് പരമോന്നത സംവിധായകനും പ്രിയങ്കരനും. ആളുകൾ തെറ്റായി സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളോട് മമത പുലർത്തുന്നു. എന്നോട് മാത്രം മമത പുലർത്തണം. ഈ ശരീരത്തിനോട് സ്നേഹം കാണിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ നമ്മൾ സ്നേഹം കാണിക്കുന്നത്? അതൊക്കെ പറയും. പക്ഷെ നമ്മള് ആൾക്കാരും നോക്കുന്നത് ഈ ശരീരത്തിലോട്ടല്ലേ. അപ്പൊ ഇത്തിരിയൊക്കെ ഒരുങ്ങണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ അമിതമായ ആസക്തികൾ ശരീരത്തിനോട് പാടില്ല എന്ന് പറയുന്നു. ആ ശരീരം സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും. അപ്പോൾ ആ ശരീര ബന്ധങ്ങളെയാണ് നോക്കുന്നത്. നമ്മുടെ സ്വന്തം ശരീരത്തിനോട് എന്ന് മാത്രമല്ല, ശരീരബന്ധങ്ങളോട്, ഭൗതികമായ ബന്ധങ്ങളോട് കൂടുതൽ ആസക്തി പാടില്ല എന്ന് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? വ്യക്തികളുടെയും പരമാത്മാവ് ഞാനാകുന്നു. ശ്ലോകം ഏതാ? ശ്ലോകം എവിടെ ശ്ലോകമുണ്ടോ അവിടെ ശോകം ഇല്ല. ശ്ലോകം എവിടെ? ഏതാ ശ്ലോകം? സർവസ്യ ചാഹം ഹൃഷിതം വിഷ്ണു. വായിച്ചോളൂ. മത സ്മൃതി ജ്ഞാനമഭോഹനം ച വേദേഷു സർവേഷു വേദ്യവും വേദാന്ത ഋഗ്വേദ വിദേവ ചാഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട ഞാൻ സ്തുതി ചെയ്യുന്നു. പിന്നെന്താ പറഞ്ഞത്? ഞാനാണ് പരമോന്നത സംവിധായകൻ. ആ ശ്ലോകം വരുന്നത് 2-3 ശ്ലോകങ്ങൾ വരും. ഞാനാണ് പരമോന്നതമായ സംവിധായകൻ. ഏതാ ശ്ലോകം? വരാം. പിന്നെ അഹം സർവസ്യ പ്രഭവോ മത്തസർവം പ്രവർത്തതേ ഇതേ മത്വാ ഭജന്തേ മാം ബുധാഭാവ സമന്വിതാഃ. ഈ ആധ്യാത്മിക ഭൗതിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ് എന്നറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ അടുത്ത് വരും. അവിടെ ബുദ്ധിയുടെ നിർവചനവും അവിടെ സംഭവിച്ചു. എന്താ ബുദ്ധിയുടെ നിർവചനം? ഒരാൾ ബുദ്ധിമാനാണ് എന്ന് പറയുന്ന നിർവചനം അവിടെ എന്ത് വന്നു? എല്ലാം ഭഗവാനാണ്, ഭഗവാന്റെ സൃഷ്ടിയാണെന്ന് അറിയുന്നവൻ. അവിടെ അങ്ങനല്ലേ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? സംവിധായകൻ വീണ്ടും അർത്ഥം വരുന്നത് ഒരു ശ്ലോകം. സംവിധായകൻ. മയത്യക്ഷേണ പ്രകൃതി ചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതി. അപ്പം പണ്ട് സിനിമാ തിയേറ്റർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് കറക്കാൻ ഒരാൾ വരുമായിരുന്നു അല്ലേ? റീൽ ഓടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പം അദ്ദേഹമാണ് ആ സിനിമ ചെയ്യുന്നതിന്റെ കൺട്രോളർ അല്ലേ? ആണോ? അല്ലേ?
അദ്ദേഹം തിരിച്ചുകൊണ്ടിരിക്കും, റീലിടയ്ക്ക് കയറ്റിക്കൊണ്ടിരിക്കും, റീലിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? ഡിജിറ്റൽ സംവിധാനം വന്നപ്പോഴത്തേനും അതെല്ലാം മാറി. അല്ലേ? ശരിയാണോ? ഇപ്പൊ റീല് വരാൻ താമസിച്ചു പോയി, ചിലപ്പോൾ റീല് മാറിപ്പോവും ഇടയ്ക്ക്. ഇല്ലേ? അപ്പം അവിടെ വന്ന് കാണാൻ വന്നിരിക്കുന്ന എല്ലാവരും ശരിക്കും പറഞ്ഞ ആരെ ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്? ഈ കറക്കുന്ന ആളെ. അല്ലേ? ആ, അതുപോലെയാണ്. അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഞാൻ ഇനി കറക്കുന്നില്ല. ബഹളമായില്ലേ? അതുപോലെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ, ഇത് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുന്നതും അതിനെ അതിൻ്റെതായ 360 ഡിഗ്രി കറക്കിക്കൊണ്ടു പോകുന്നതെല്ലാം ഭഗവാനാണ്. മയത്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തത. അപ്പം നമ്മൾ ഇതൊന്നും അറിയാതെ പല വിഷമാവസ്ഥകളിലും ഊർധമൂല മതശാകം അശ്വത്ഥം ശ്രുതം പ്രാഹുരവ്യയം ചന്ദ്രാണി ഭേദസഭേദം. നമ്മളിതൊന്നും അറിയാതെ ആ മരത്തിന്റെ കാണ്ഡത്തിൽ മാത്രം നിന്നുകൊണ്ട് ആ പഴങ്ങൾ നോക്കിയും പഴങ്ങൾ രുചിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയും ചെയ്യുകയാണ്. യഥാർത്ഥമായ പഴം, ഈ പഴത്തിന് കിട്ടുന്നത് എങ്ങനെയാണ്, ഈ പഴം ഉണ്ടാകുന്നത്, ഈ പഴത്തിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു സമയം കഴിയുമ്പം ഈ ഇലകൾ പഴുക്കാൻ തുടങ്ങും, കായകളെല്ലാം നിൽക്കും, അവസാനം ഇത് ഉണങ്ങും. ഇത് താഴോട്ട് നിലം പതിക്കുമ്പോൾ ആ ഫലം ആസ്വദിക്കുന്ന നമ്മളും എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോകും? ഭൗതികതയുടെ ബന്ധനത്തിലേക്ക് വീണ്ടും വീഴും. ബന്ധനത്തിലേക്ക് വീണ്ടും പോകും. ഇതാണ് സംഭവിക്കുന്നത്. അതേസമയം ഈ ഫലം എങ്ങനെയാണ് ഉണ്ടായത് നമ്മളൊന്ന് ചിന്തിക്കുകയും അതിൻ്റെ വേര് തേടി നമ്മൾ പോവുകയും ചെയ്യുമ്പോൾ മറ്റൊരു ലോകമായ ആത്മീയ ആകാശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാകുന്നു. അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭൗതികയുടെ കയത്തിൽ വെറുതെ കിടന്ന് ഉഴലാതെ മുന്നോട്ട് പോവുക. അപ്പൊ അതിനെന്ത് ചെയ്യണം? കർമ്മബന്ധങ്ങളിൽ നിന്ന് നമ്മൾ മുക്തനാവണം എന്നർത്ഥം. കർമ്മബന്ധങ്ങൾ, അതിനകത്ത് ഡൗട്ടുണ്ടോ? കർമ്മബന്ധങ്ങളെ കുറിച്ച് ഉണ്ടോ? കർമ്മബന്ധങ്ങൾ എന്നൊരു സംഭവം ഉണ്ടെന്ന് ഉള്ളൊരു വിശ്വാസം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും, അല്ലേ? നമുക്കിടയിൽ ഇല്ലേ? ഇതാണ് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. കാർമിക് റിയാക്ഷൻ. നമുക്കറിയാം ഈ കാര്യങ്ങളെല്ലാം. നമുക്ക് മറ്റുള്ളവരെ കൂടി പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ലോകത്തിന് സമാധാനം സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ എന്നർത്ഥം. കാർമിക് റിയാക്ഷൻ. 1000 പശുക്കളുടെ നടുവിൽ ആണെങ്കിലും ആ പശുക്കുട്ടി സ്വന്തം അമ്മയുടെ അടുത്ത് പോയി പാല് കുടിക്കുന്നത് പോലെ 1000 പശുക്കളുടെയും പശുക്കുട്ടിയുടെയും നടുക്കായിരിക്കും ഒരു പശുക്കുട്ടിയെങ്കിൽ ആ പശുക്കുട്ടി സ്വന്തം അമ്മയുടെ അടുത്ത് പോയി പാല് കുടിക്കുന്നത് പോലെ എത്ര പാപകർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മങ്ങൾ കൃത്യമായിട്ട് നമ്മളെ വിടാതെ പിന്തുടരും എന്നർത്ഥം. ഒരിക്കലും അത് ലെഫ്റ്റോ റൈറ്റോ പോകില്ല. ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? 2 ഓപ്ഷൻ ഉണ്ട് പ്രഭു. പറഞ്ഞോട്ട്. അതായത് കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ കർമ്മഫലം വന്നു ഭവിക്കും. പക്ഷേ കർമ്മം ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ ആ കർമ്മം മാറിപ്പോകും. കർമ്മം ഭഗവാന് വേണ്ടി ചെയ്യാൻ വേണ്ടിയുള്ള പ്രോസസ്സിന് അതുകൊണ്ട് തന്നെ അത് വേണമെന്ന് പറയുന്നത്.
പറഞ്ഞ് മനസ്സിലായി. അത് ഭക്തിയുത സേവനത്തിലൂടെ മാറാതിരിക്കുന്നിടത്തോളം കാലം എന്നുള്ള കാര്യമാണ് പറഞ്ഞു വന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെയും നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഭഗവത് സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്? അവിടെയും കർമ്മത്തിന്റെ ഒരു ഫലമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ശരിയാണ്. ഭക്തി സേവനം അവിടെയും ആ ഒരു ഫലമാണ് നമുക്ക് തരുന്നത്. സത്യത്തിൽ ആണോ അല്ലേ? ആണോ അല്ലേ? അപ്പൊ കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും കുറിച്ച് വളരെ വളരെ സെൻസിറ്റീവ് സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ലളിതമായ നമ്മൾ ഒരു ഭാഗം മാത്രം അടർത്തിയെടുക്കും നമുക്ക് തൽക്കാലം ചിന്തിക്കാം. നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ ഫലം അത് 1000 പശുക്കളുടെ നടുവിൽ പശുക്കുട്ടി തന്റെ അമ്മയെ കൃത്യമായിട്ട് തിരിച്ചറിയുകയും അവിടെ ചെന്ന് പാല് കുടിക്കുകയും ചെയ്യുന്നത് പോലെ കർമ്മ പ്രവർത്തനങ്ങൾ, പ്രതിപ്രവർത്തനങ്ങൾ അത് നമ്മളെ വിടാതെ പിന്തുടരും, നമ്മുടെ അടുത്ത് തന്നെ എത്തും എന്നർത്ഥം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കർമ്മബന്ധങ്ങളെ, ബദ്ധാവസ്ഥമായ കണ്ടീഷണൽ സോളിനെ നമ്മൾ മുക്താത്മാവാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പൊള്യൂട്ടഡ് ആയിട്ടുള്ള ഈ ഹൃദയത്തെ നമ്മൾ പരിശുദ്ധമാക്കി എടുക്കാൻ സാധിക്കണം എന്നർത്ഥം. സിമ്പിളാണ് പ്രോസസ്സ്. അതിനാണ് ഇവിടെ 10,000 സത്സംഗങ്ങൾ നമ്മൾ ചെയ്തത്. അവിടെ സത്സംഗം, ഇവിടെ സത്സംഗം, തിങ്കളാഴ്ച ക്ലാസ്, ചൊവ്വാഴ്ച നമുക്ക് ഓടി നടന്നെങ്കിലേ പറ്റത്തുള്ളൂ. എത്രത്തോളം കേൾക്കാൻ പറ്റുമോ അത്രത്തോളം കേൾക്കുകയും എത്രത്തോളം വായിക്കാൻ പറ്റുമോ അത്രത്തോളം വായിക്കുകയും എത്രത്തോളം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം ജപിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇഹ ജീവിതത്തിൽ ഈ പ്രായത്തിൽ ഇത്രയും നാളായിട്ട് കൊണ്ടുവന്ന പാവങ്ങൾ അതൊരു സൈഡ്, കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് കൊണ്ടുവന്നൊരു സാധനം ഒരു സൈഡ്, അങ്ങനെ പാണ്ടക്കെട്ട് ഭാരതത്തിൽ ഭാരതം മുഴുവൻ ആത്മീയത കൊണ്ട് നിറഞ്ഞതാണ്. ഭാരതത്തിൽ ആത്മീയമായ ജലാശയങ്ങൾ, നദികളുണ്ട്. സ്നാനം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഏതൊരു ജീവാത്മാവിന് മുക്തി കിട്ടണമോ അത് ഭാരതത്തിൽ വന്നെങ്കിലേ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പൂന്താനവും പറഞ്ഞത് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഭാരതം ഈ ഭൂപ്രദേശവുമല്ലയോ, അല്ലേ? കാലമിന്നു കലിയുഗമല്ലയോ, ഇല്ലേ? അങ്ങനെയല്ലേ? ആണോ? ബാക്കി എങ്ങനെയാ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വളരെ വലിയ ഭാഗ്യമാണ് ഈ ഭാരതത്തിൽ നമ്മളെ ജനിപ്പിച്ചു എന്നുള്ളത്. മഹാപ്രഭുവും അത് തന്നെയാണ് പറഞ്ഞത്. ഭാരതഭൂമിയിലെ ഈ ഭാരതത്തിൽ നമ്മളെ കൊണ്ടുവന്നല്ലോ, നമ്മളെ ജനിപ്പിച്ചല്ലോ. ഭാരതവർഷം എന്താണ്? ഭാരതഭൂമിയിലെ മനുഷ്യജന്മഹൈലേ ആരാ? നമ്മളെ ഈ ഭാരതത്തിൽ നമുക്കൊരു ജന്മം തന്നു. അതുകൊണ്ട് തന്നെ കലിക്കും ഭഗവാനുമൊക്കെ നമസ്കാരം, ഹരിക്കും നമസ്കാരം. ജന്മസാർത്ഥക കരി കര പര ഉപകാര. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഈ
സംവിധാനം പരിപൂർണമായി പ്രയോജനപ്പെടുത്തി കര പര ഉപകാര ജന്മസാത്വികാകരി, ഈ അറിവ് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകേണ്ട ഇതം പ്രഥമമായ കർത്തവ്യം നമുക്കുണ്ട് എന്ന് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് ഭാവാർത്ഥത്തിലോട്ട് വായിക്കാം. ആർക്ക് വായിക്കാം ഭാവാർത്ഥം? ബദ്ധാവസ്ഥയിലും സ്വതന്ത്രാവസ്ഥയിലും പരമോന്നതനായ ഭഗവാൻ. വായിച്ചാട്ടെ. ഭാവാർത്ഥം ആർക്ക് വായിക്കാം? വായിച്ചാട്ടെ. ബദ്ധാവസ്ഥയിലും സ്വതന്ത്രാവസ്ഥയിലും പരമോന്നതനായ ഭഗവാൻ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അങ്ങേയറ്റം പ്രിയപ്പെട്ട വസ്തു ഭഗവാനാണെന്ന് തിരിച്ചറിയാതിരിക്കുമ്പോൾ ഒരുവൻ ബദ്ധനായി ഇരിക്കും. തിരിച്ചറിയുമ്പോൾ സ്വതന്ത്രനും. പരമോന്നതനായ ഭഗവാൻ എന്തുകൊണ്ടാണ് സകല ജീവാത്മാക്കളുടെയും പരമപ്രിയനാകുന്നതെന്ന തിരിച്ചറിയലിന്റെ അടിസ്ഥാനത്തിൽ ഒരുവന് ഭഗവാനുമായുള്ള ബന്ധത്തെപ്പറ്റി അറിയാനുള്ള നിലവാരങ്ങളുണ്ട്. ഭഗവാൻ പരമപ്രിയനാകുന്നതിന്റെ പരമാർത്ഥ കാരണം ഭഗവത്ഗീത 15:7 വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ. ജീവസത്തകളെല്ലാം തീർച്ചയായും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ജീവസത്ത ആത്മാവെന്നും ഭഗവാൻ പരമാത്മാവെന്നും വിളിക്കപ്പെടുന്നു. ജീവസത്ത ബ്രഹ്മമെന്നും ഭഗവാൻ പരബ്രഹ്മമെന്നും അല്ലെങ്കിൽ പരമേശ്വരനെന്നും വിളിക്കപ്പെടുന്നു. ഈശ്വര പരമ കൃഷ്ണ. ആത്മസാക്ഷാത്കാരമില്ലാത്ത ബദ്ധാത്മാക്കൾ ഭൗതിക ശരീരത്തെ പരമപ്രിയമായി സ്വീകരിക്കുന്നു. പ്രിയങ്കരം എന്ന ആശയം കേന്ദ്രീകൃതമായും വികസിതമായും ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. സ്വന്തം ശരീരത്തോടുള്ള മമതയും അതിന്റെ അസ്തിത്വവും ജീവസത്തയുടെ അടിസ്ഥാനത്തിൽ സന്താനങ്ങളായും ബന്ധുക്കളായും വിസ്തരിക്കും. ശരീരത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ ജീവസത്തയ്ക്ക് അതുവരെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന പുത്രനോട് പോലും ആകർഷണമില്ലാതാകുന്നു. പറഞ്ഞിരിക്കുന്ന 3 സെന്റൻസുകൾ. സ്വന്തം ശരീരത്തോടുള്ള മമതയും അതിന്റെ അസ്തിത്വവും ജീവസത്തയുടെ അടിസ്ഥാനത്തിൽ സന്താനങ്ങളായും ബന്ധുക്കളായും വിസ്തരിക്കും. ഹരേ കൃഷ്ണ. മനസ്സിലായോ? ശത്രുവും മിത്രങ്ങളും ഒക്കെ ആരുടെ കുഴപ്പ? നമ്മുടെ തന്നെ കുഴപ്പമല്ലേ? ആണോ അല്ലേ? അതെ. മറ്റൊരാളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? 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 ഇല്ല 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 ഇല്ല. ഹരേ കൃഷ്ണ. അയച്ചോളൂ. ഹരേ കൃഷ്ണ. ശരീരത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ ജീവസത്തയ്ക്ക് അതുവരെ ഏറ്റവും പ്രിയങ്കനായിരുന്ന പുത്രനോട് പോലും ആകർഷണമില്ലാതാകുന്നു. ആകയാൽ ശരീരമല്ല ജീവജ്യോതിസ് അഥവാ ഭഗവാന്റെ ശാശ്വതമായ അംശമാകുന്നു മമതയ്ക്ക് നിദാനം. ജീവാത്മാക്കളെല്ലാം പരിപൂർണ ജീവസത്തയുടെ അംശങ്ങളാകയാൽ വാസ്തവത്തിൽ പരമോന്നത ജീവസത്ത തന്നെയാണ് എല്ലാറ്റിനോടുമുള്ള മമതയ്ക്ക് കാരണം. എല്ലാറ്റിനോടുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ അടിസ്ഥാന തത്വം വിസ്മരിക്കുന്ന ഒരുവന്റെ സ്നേഹം ചഞ്ചലമാണ്. കാരണം അവൻ മായയിലാണ്. ഒരുവൻ മായയുടെ തത്വത്തിൽ എത്രയും കൂടുതൽ ആസക്തനാകുന്നുവോ അത്രയും കൂടുതൽ സ്നേഹത്തിന്റെ അടിസ്ഥാന തത്വത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഭഗവാനു വേണ്ടിയുള്ള ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായി പുരോഗമിക്കാത്ത ഒരുവനും വാസ്തവത്തിൽ ഒന്നിനെയും സ്നേഹിക്കാൻ കഴിയില്ല. ഇനിയുണ്ട് പ്രഭു, അത് വായിക്കണം. ഈ ശ്ലോകത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ ഭക്തി കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞിരിക്കുന്നു. കുര്യാദ് എന്ന വാക്ക് വളരെ അർത്ഥവത്താണിവിടെ. ഒരുവന് അതുണ്ടായിരിക്കണം എന്നാണ് ആ വാക്കിനർത്ഥം. നമുക്ക് ഭക്തി തത്വത്തോട് കൂടുതൽ ആകർഷണം ഉണ്ടാകണമെന്ന് ദൃഢപ്പെടുത്തുകയാണത്. ആത്മീയ ജീവിയുടെ അംശത്തിനും ഘടകത്തിനും മായാശക്തിയുടെ സ്വാധീനാനുഭവമുണ്ട്. പക്ഷേ പരമോന്നതമായ പരമാത്മാവിനെ മായയ്ക്ക് സ്വാധീനിക്കാൻ സാധിക്കില്ല. ജീവസത്തയുടെ മേലുള്ള മായയുടെ സ്വാധീനം അംഗീകരിക്കുന്ന മായാവാദി ദാർശനികർ പരമാത്മാവിനോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ
പരമാത്മാവിനോട് യഥാർത്ഥ ഭക്തിയില്ലാത്ത അവർക്ക് പരമാത്മാവിന്റെ പരിസരത്ത് പോലും സമീപിക്കാൻ കഴിയാതെ മായയുടെ കുരുക്കിൽ അകപ്പെട്ട് തുടരേണ്ടി വരുന്നു. അവരുടെ ഈ കഴിവുകേടിന് കാരണം പരമാത്മാവിനോടുള്ള മമതാരാഹിത്യമാണ്. ലുബ്ധനായ ഒരു ധനവാന് പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് നിശ്ചയമില്ല. അതുമൂലം അതിസമ്പന്നനായിട്ടും അയാൾക്ക് ജീവിതാന്ത്യം വരെ പരമദരിദ്രനെ പോലെ കഴിയേണ്ടി വരുന്നു. മറുവശത്ത് സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് നന്നായി അറിയാവുന്ന ഒരുവന് തന്റെ കൈവശമുള്ള നിസാര നീക്കിയിരിപ്പ് ഉപയോഗിച്ച് വളരെ വേഗം വലിയൊരു ധനവാനായി മാറാൻ കഴിയുന്നു. കണ്ണുകളും സൂര്യനും വളരെ അടുത്ത് ബന്ധപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ സൂര്യപ്രകാശമില്ലാതെ കണ്ണുകൾക്ക് ദർശിക്കുവാൻ സാധ്യമല്ല. പക്ഷേ താപത്തിന്റെ പ്രഭവമെന്ന നിലയിൽ സൂര്യനോട് ബന്ധപ്പെടുന്ന ശരീരത്തിന്റെ ഇതര ഭാഗങ്ങൾ നേത്രങ്ങളെക്കാൾ പ്രയോജനം നേടുന്നു. സൂര്യരശ്മികളുടെ താപം താങ്ങുവാൻ ത്രാണിയില്ലാത്ത നേത്രങ്ങൾ സൂര്യനോട് മമത സ്ഥാപിക്കുന്നില്ല. മറിച്ച് പറഞ്ഞാൽ സൂര്യകിരണങ്ങളുടെ ഉപയോഗം മനസ്സിലാക്കുവാനുള്ള കഴിവ് നേത്രങ്ങൾക്കില്ല. അതുപോലെ സൈദ്ധാന്തികരായ തത്വജ്ഞാനികൾക്ക് ബ്രഹ്മത്തെപ്പറ്റി ആശയജ്ഞാനമുണ്ടെങ്കിലും ബ്രഹ്മത്തോട് മമതയില്ല. അതുമൂലം അവർക്ക് പരമമായ ബ്രഹ്മത്തിന്റെ കാരുണ്യം പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. നിഷേധാത്മകമായ നിലപാടു നിമിത്തം അവർക്ക് പരബ്രഹ്മത്തിന്റെ കാരുണ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയും വേണ്ട. അങ്ങനെയുള്ളവർ മായാശക്തിയുടെ സ്വാധീനത്തിൽ കീഴിൽ അനന്തബദ്ധരായി തുടരുവാൻ വിധിക്കപ്പെട്ടവരാകുന്നു. സൂര്യദേവന്റെ ഒരു ഭക്തന് അവൻ അന്ധനാണെങ്കിൽ കൂടി ഈ ഗ്രഹത്തിൽ നിന്ന് പോലും സൂര്യദേവനെ യഥാരൂപത്തിൽ ദർശിക്കുവാൻ കഴിയുമ്പോൾ ഭക്തനല്ലാത്ത ഒരുവന് സൂര്യരശ്മികളുടെ താപം താങ്ങുവാൻ പോലും കഴിയുന്നില്ല. അതുപോലെ ഒരുവൻ ജ്ഞാനിയുടെ തലത്തിൽ എത്തിയിട്ടില്ലെങ്കിലും അവന് പരിശുദ്ധ ഭക്തിയാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സ്വന്തം ഉള്ളിൽ ദർശിക്കുവാൻ സാധിക്കും. ഒരുവൻ എല്ലാ പരിതസ്ഥിതികളിലും ഭഗവത് ഭക്തി വർദ്ധിപ്പിക്കുവാൻ യത്നിച്ചുകൊണ്ടേയിരിക്കണം. അതിലൂടെ അവന്റെ സമസ്ത പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരുവൻ ജ്ഞാനിയുടെ തലത്തിൽ എത്തിയിട്ടില്ലെങ്കിലും അവന് പരിശുദ്ധ ഭക്തിയാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സ്വന്തം ഉള്ളിൽ ദർശിക്കുവാൻ സാധിക്കും. സർവസ്വജാകം മറ്റുള്ളവരുടെ ഹൃദയത്തിലും ദർശിക്കുവാൻ സാധിക്കും. ആ ഒരു തലത്തിൽ എത്തുമ്പോൾ തീർച്ചയായും അറിവും പൂർണ്ണമായി മാറും. രാമായണം തുടങ്ങുന്നത് തന്നെ കർമ്മത്തിന്റെ പ്രതിഫലമായിട്ടാണ്, അല്ലെ? പ്രതിഫലനത്തിലൂടെയാണ്. ആണോ അല്ലേ? ആണോ? രണ്ട് തരത്തിൽ രാമായണം ശ്ലോകം തുടങ്ങുന്നത് തന്നെ ക്രൗഞ്ചമിഥുനങ്ങളെ, അതിലെ ഒരു ഇണപ്പക്ഷിയെ വരട്ടെ, കേൾക്കുന്നില്ലേ? ഹരേ കൃഷ്ണ. ഞാൻ സ്റ്റക്കായിട്ടിരിക്കുകയാണോ? ഹരേ കൃഷ്ണ, കേൾക്കുന്നു. എന്നാ പറഞ്ഞ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടല്ലേ ചോദിച്ചത്. ഒരു ഇണപ്പക്ഷി. അതെ. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റിണപ്പക്ഷി അതിന്റെ ദുഃഖം സഹിക്കാൻ വയ്യാഞ്ഞ് പെട്ടെന്ന് താഴെ വീഴുന്നു, ഇല്ലേ? ഇത് കണ്ടു നിൽക്കാനുള്ള ഒരു മനസ്സ് വാൽമീകി മഹർഷിക്ക് ഉണ്ടായില്ല. ശരിയല്ലേ? അവിടെ നിന്ന് രാമായണം തുടങ്ങുന്നു. നോക്കൂ, നമുക്കൊരു ഹൃദയത്തിനെ വേദനിപ്പിക്കാൻ സാധിക്കില്ല എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു ഹൃദയത്തിനെ വേദനിപ്പിക്കാനുള്ള അവകാശം നമുക്ക് ഇല്ല എന്നും അർത്ഥം. അറിയാതെ ചെയ്ത ഒരു തെറ്റിന്റെ ഫലമാണ് ദശരഥന് പിന്നീട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ആ പശുക്കുട്ടി തൻ്റെ അമ്മയെ തേടിയെത്തുന്നത് പോലെ ആ കർമ്മഫലം അങ്ങനെ ഇരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അത് പരിപക്വമായിട്ട് അതിന്റെ സമയത്ത് അത് പുഷ്പിച്ചു, ഇല്ലേ? ആണോ അല്ലേ? അപ്പോൾ ഇതെല്ലാം
നമ്മൾ ശരിക്കും അതിൻ്റെ ആധികാരികതയോടെ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും മറ്റുള്ള ജനറേഷൻ, ഇനി വരുന്ന ജനറേഷൻ അതിനെ എല്ലാം മുക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നുള്ളൊരു ദൃഢനിശ്ചയം എടുത്തെങ്കിൽ മാത്രമേ ഒരു സമൂഹം രക്ഷപ്പെടത്തുള്ളൂ. നമ്മൾ ഈ വായിക്കുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറ അന്യം നിന്ന് പോവുകയാണ്. കാര്യം നമ്മൾ പ്രായമായവർ മാത്രമേ ഇതെല്ലാം കേൾക്കുന്നുള്ളൂ എന്നർത്ഥം. ഈ ചില നാട്ടുവൈദ്യങ്ങൾ ഇന്നത്തെ തലമുറയോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട് അറിയാൻ പറ്റത്തില്ല? അത് അവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണോ? അല്ല. അവർക്ക് അതിനെ പറ്റി അറിഞ്ഞുകൂടാ. ഹരേ കൃഷ്ണ. എന്തുകൊണ്ട് അറിഞ്ഞുകൂടാ? മുതിർന്നവര് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട്. മുതിർന്നവര് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട്. അതിനുള്ള സംവിധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവരുടെ കയ്യില് മുതിർന്നവരെക്കാൾ മുതിർന്നവനായിട്ടുള്ള വേറൊരു സംഭവമുണ്ട്, ഇല്ലേ? അതിനോടുള്ള നോളജ് മാത്രമേ ഉള്ളൂ, ഇല്ലേ? ആണോ അല്ലേ? അതെ. നാമം ജപിക്കുമ്പോൾ പോലും നമുക്ക് ആക്സസ് തന്നിട്ടുണ്ട്. എന്താ ആക്സസ്? കുഴപ്പമൊന്നുമില്ല, നമുക്ക് മൊബൈലിലൊക്കെ എടുക്കാൻ പറ്റുമെന്നുള്ളത്. എന്ത്, ഇല്ലേ? ഒരു പേരിൽ പുറത്തോട്ടിട്ട് നമുക്ക് തന്നിരിക്കുക ആക്സസ്. ആണോ അല്ലേ? നാമം ജപിക്കുമ്പോൾ പോലും നമ്മളത് വിടുന്നില്ല. ഇങ്ങനെ ഞോണ്ടലാണ്. ആണോ? അതെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഉടനെ എടുക്കും. ഒരു പേരിൽ എന്തായാലും ഭഗവാൻ പുറത്തു വന്നിട്ടുണ്ട്, ഗുരു പറഞ്ഞിട്ടുണ്ടോ, അത് പുറത്തോട്ടിട്ട് വേണം. ഇത് തന്നെ കാര്യം. ആ മൊബൈല് ഞോണ്ട. ആണോ? ശരിയല്ലേ പറഞ്ഞേ? അതെ. അതെ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത് കൊണ്ട് ഇത്തരം അറിവുകൾ നമുക്ക് അന്യം നിന്നുപോയി. പണ്ട് അങ്ങനല്ല. വലിയവരും ചെറിയവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനൊരു സംവിധാനം ഉണ്ടായിരുന്നു. വലിയൊരു പറയുന്നത് കേട്ടിരിക്കാൻ കുട്ടികൾക്കൊരു ഉത്സാഹമുണ്ടായിരുന്നു, കൂടി ഇരിക്കുമായിരുന്നു. അങ്ങനെ അവർക്ക് വാമൊഴിയിലൂടെ പല അറിവുകളും നമ്മൾക്ക് കിട്ടി. ഈ ഒരു സംവിധാനമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് അവരുടെ തലച്ചോറ് ഒരു തരത്തിൽ മരവിച്ചു പോയി. ഈ മരവിപ്പിനെ എല്ലാം പുറത്തെടുത്ത് ഇതൊന്നുമല്ല അറിവ് എന്ന് പുറത്തു വന്നുകൊണ്ടാണ് ഇസ്കോണിന്റെ പല ഗുരുക്കന്മാരും ഉന്നത ബിരുദങ്ങൾ എടുത്തിട്ടും അവർക്ക് ഈ ആത്മീയതയാണ് ഏറ്റവും വലുത് എന്ന തിരിച്ചറിവ് വന്നിട്ട് വീണ്ടും ഈ ഒരു നോളജ് എല്ലാവർക്കും കൊടുക്കാൻ പോകുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പൊ ഇത്തരം കർമ്മബന്ധങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കർമ്മബന്ധത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള ചില ഉപായങ്ങളിലെ ചെറിയ ചെറിയ വഴികൾ മാത്രമാണ് സത്സംഗങ്ങൾ എന്ന് പറയുന്നത്. അതിലെ ചില ഉപവാസങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ, നമ്മൾ പിന്തുടരുമ്പോൾ അതിന്റെ പരിപൂർണതയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ ചെറിയൊരു വഴി തുറന്നു കാട്ടുകയായി. അതൊന്നാണ് നാമജപം. എന്താണ് നാമജപം എന്ന് പറയുന്നത്? ജപം. ജപം എന്ന് പറഞ്ഞാൽ എന്താ? ജപം എന്ന് പറയുമ്പം മന്ത്രാണാം ജപയജ്ഞോ അസ്മി. ഈ കലിയുഗത്തില് യജ്ഞം ജപയജ്ഞമാണ്. മന്ത്രാണാം ജപയജ്ഞോ അസ്മി. മന്ത്രങ്ങൾ ഞാൻ ജപയജ്ഞമാണ്. ആ മന്ത്രത്തിനെയും ജപത്തിനെയും നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ജപം എന്ന് പറഞ്ഞാൽ എന്താണ്? ജപം വെറുതെ പ്രഭു പറഞ്ഞ് നാമം ജപിക്കണം, അതുകൊണ്ട് ഞാൻ നാമം ജപിക്കുന്നു. ജപം ഭഗവാനിലേക്കുള്ള ഒരു ആത്മസമർപ്പണം. ഭഗവാനിലേക്ക് ആത്മസമർപ്പണം. എങ്കിലും അതിനും ഒരു നിർവചനമുണ്ട്. ജപം ജകാരോ ജന്മമോചിതം. ജകാരോ ജന്മമോചിതം. മരണം പുനരഭിജനനം. ഇതിൽ നിന്നുള്ള എല്ലാ മുക്താവസ്ഥ ജപം കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പം ജകാരോ ജന്മമോചിതം എഴുതി വെച്ചോണേ. ജകാരോ ജന്മമോചിതം. പിന്നെന്താ? പകാരോ പാപ വിമുച്ചിതം. പാപങ്ങളിൽ നിന്നുള്ള വിമുക്തി നേടാനുള്ള ഉപകാരം. പകാരോ പാപ വിമുച്ചിതം. ഇത് രണ്ടും കൂടെ ചേർന്നതിനെയാണ് ജപം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ മന്ത്രം എന്താ? മന്ത്രം
മനന ത്രായതേ ഇതി മന്ത്രഃ. മനന ത്രായതേ ഇതി മന്ത്രഃ. മനസ്സിനെ ത്രാണനം ചെയ്യും. ആ, മനസ്സിനെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ ഈ മന്ത്രത്തെ നമുക്ക് ജപത്തെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? മനന ത്രായതേ ഇതി മന്ത്രഃ. അപ്പോൾ ജപത്തിലൂടെ മാത്രമേ ഒരുവന് കർമ്മബന്ധങ്ങളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കത്തുള്ളൂ എന്ന് അർത്ഥം. അർജുനൻ എപ്പോഴും ഭഗവാന്റെ നാമം ഉരുവിട്ടത് കൊണ്ട് അർജുനന് ഒരു കർമ്മങ്ങളും ഏറ്റില്ല എന്നർത്ഥം. ജസ്റ്റ് ഫോളോ മീ, നീ വേറൊന്നും ചിന്തിക്കണ്ട. ഏ കൗന്ദയ പ്രതിജാനീഹി നമേ ഭക്തിയ പ്രണശതി. അർജുന, നീ ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ, എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കത്തില്ല. നികൃഷ്ടമായ ആസുര ജന്മത്തിലൂടെ മുന്നോട്ട് പോയ ദിവാകരൻ, രത്നാകരൻ വാൽമീകി മഹർഷിയായിട്ട് പരിവർത്തനം ചെയ്തു. എന്തുകൊണ്ട്? ജപം കൊണ്ട്. ഈ ലോകത്തെ മുഴുവൻ ഒരേ ചരടിൽ കോർക്കാൻ സാധിച്ചു ശീലാ പ്രഭുപാദർക്ക്. എന്തുകൊണ്ട് സാധിച്ചു? എന്തുകൊണ്ടാ സാധിച്ചത്? നാമജപം. നാമജപം. പിന്നെ അടുത്ത പടി എന്താണ്? ഉപവാസങ്ങൾ, ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കണം. അപ്പൊ വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏകാദശി വ്രതമാണ്. അപ്പൊ ഏകാദശി തിഥിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ ഏകാദശി തിഥിക്ക് പ്രത്യേകത? സംസാരാഖ്യ എഴുതി വെച്ചു. സംസാരാഖ്യ മഹാഘോര ദുഃഖിനാം, സംസാരാഖ്യ മഹാഘോര ദുഃഖിനാം സർവദേഹിനാം ഏകാദശിയുപകാസേവയാം നിർമ്മിതം പരമൌഷധം. സംസാരാഖ്യ മഹാഘോര ദുഃഖിനാം സർവദേഹിനാം ഏകാദശി ഉപവാസയാം നിർമ്മിതം പരമൌഷധം. പരമൌഷധം എന്താ? ഈ കലിയുഗത്തില് എത്രത്തോളം ദുഃഖങ്ങൾ അനുഭവിക്കുന്നു, വളരെ ഘോരമായ ദുഃഖങ്ങൾ, ഊർധ്വമൂലമതശാഖം, എത്രത്തോളം ദുഃഖം അനുഭവിക്കുന്ന ദുഃഖിക്കുന്നവർക്കെല്ലാം, ദേഹികൾക്കെല്ലാം ഉള്ള പരമ ഔഷധമാണ് എന്താണ്? ഏകാദശി തിഥി എന്ന് പറയുന്നത്. ഏകാദശസ്തേ ഗോവിന്ദേ, ഏകാദശസ്തേ ഗോവിന്ദേ സർവേ അപ്യ ഏകാദശേ സ്ഥിതഃ കിം കുർവന്തി ഗ്രഹാ സർവേ ശനിരങ്കാരകോ ഗുരുഹു. അങ്ങനെ ആ ഏകാദശി തിഥിയിൽ, ഇപ്പം ആ തിഥിയുടെ ഒരു പ്രത്യേകതയാണ് ഏകാദശി തിഥി. ആ ഏകാദശി തിഥിയിൽ ഭഗവാനോട് നമ്മൾ പൂർണ്ണമായും യോഗാവസ്ഥയിലായി കഴിഞ്ഞാൽ നമ്മുടെ മുൻജന്മ ഈ ജന്മ പാപ പ്രതികരണങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഏകാദശി പറയാനുള്ള കാരണം, ഏകാദശിക്ക് എടുക്കൂ. ഇന്നലെ ദേവസാക്ഷിദാസ് പ്രഭു ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗ്യം ഇവിടെ 10-15 ദിവസം കാണുമെന്ന് തോന്നുന്നു. ഇന്നലെ കാണാൻ സാധിച്ചു. ഹരേ കൃഷ്ണ. അപ്പം ഏകാദശി വ്രതത്തിലേക്ക് പറ്റി മറ്റുള്ളവരുടെ പറയുമ്പോൾ ഞാൻ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നുണ്ട്, ഷഷ്ടി എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയും പലരും. നമ്മളെ കൂട്ടത്തിലുണ്ടവരായിരിക്കും ആണെങ്കിലും നമ്മൾ പലരോടും പറയുമ്പോഴും ഇല്ലേ, അങ്ങനെ കേൾക്കാറുണ്ട് അല്ലേ? ഉണ്ടോ അല്ലേ? ഉണ്ട് പ്രഭു. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കണം. ഏകാദശിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. പാപപ്രതികരണങ്ങളിൽ നിന്നും ഈ സംസാര സാഗരേ മഗ്നം ദീനമാം കരുണാതിഥേ കർമ്മഗ്രാഹൃതാംഗം അമുദ്ധാർവാർണവ. ഈ ഭവസാഗരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഉപായം ഈ ഒരു ഏകാദശി തിഥിയിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. 15 തിഥികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഏകാദശി തിഥി. ഇത് ഭഗവാൻ ഗോവിന്ദനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സംസാരാഖ്യ മഹാഘോര ദുഃഖിനാം സർവദേഹിനാം ഏകാദശി ഉപവാസയാം. ആ ഉപവാസത്തിൽ കൂടെ മാത്രമേ ഇത് നിർമ്മിതം പരമൌഷധം, പരമമായ ഔഷധമാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ
ഏകാദശി അവര് തീർച്ചയായിട്ടും എടുക്കും. ഓ, അങ്ങനെയാണല്ലോ, ഒരു പുതിയൊരു അറിവാണല്ലോ. അപ്പൊ ജപത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാ ജപിക്കുന്നത്? ആ, ജകാരോ ജന്മമോചിതം, പകാരോ പകാരോ പാപവിമുച്ചിതം. അതാണ് കാര്യം. അതുകൊണ്ട് ജപം വേണം. അപ്പൊ കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രം ഇതാണ്. അത് റിപ്പീറ്റഡ് ആയിരിക്കണം. അവിടെയാണ് പ്രേമം, ഭക്തി എന്ന് പറയുന്നത്, സ്നേഹം. എപ്പോഴും പറയുന്ന ശ്ലോകങ്ങൾ വീണ്ടും വീണ്ടും എടുക്കണം. നാരദ ഭക്തി സൂത്രത്തിൽ നാരദ മഹർഷി ഓർമ്മിക്കണം. അത് തന്നെ വലിയൊരു ഗുണമാണ്. നാരദ മഹർഷി ഓർമ്മിക്കണം, പറയണം. നാരദ മഹർഷി പോലും പറഞ്ഞു തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഭക്തി അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് പ്രേമവും അനുരാഗവും കൂടുന്നതാണ്. അതെപ്പോഴും നിരന്തരം ഓർമ്മിച്ചിരിക്കുമ്പോൾ മാത്രമേ ആ ഒരു അടുപ്പം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഭക്തിയുത സേവനത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജന്മത്തിന് ഒരു അർത്ഥം ഉണ്ടായി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു സിനിമാ പാട്ടുണ്ട്, അർത്ഥം അനർത്ഥമായി മാറാതിരുന്നാൽ. ഏതാ പാട്ട്? പാട്ടെല്ലാം ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഇവിടെയുള്ളവരാരും സിനിമ കാണുന്നതിന് വളരെ സന്തോഷം. ഇപ്പൊ ഉണ്ട്. അർത്ഥം അനർത്ഥമായി. അപ്പം ആ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് തമാശയോടാണെങ്കിലും കുറച്ച് സീരിയസ് ആണ്. അനർത്ഥങ്ങളിൽ നിന്നുള്ള നമുക്ക് രക്ഷ കിട്ടും. അനർത്ഥ നിവർത്തി, അർത്ഥം. ആ അർത്ഥം പരിപൂർണമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അർത്ഥങ്ങളിൽ നിന്നുള്ള, അനർത്ഥങ്ങളിൽ നിന്നുള്ള നിവർത്തി നമുക്ക് കിട്ടും. വാഞ്ചാകൽപതരൂപിയച്ചകൃപാസിന്ധുപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഭക്തിയുത സേവനത്തോട് മുന്നോട്ട് പോകാനും ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്ക് നാമം ജപിക്കുവാനും ഒക്കെ സാധിക്കട്ടെ. മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവരെ കൂടി അത് ചെയ്യാൻ സാധിപ്പിക്കാൻ നമുക്ക് പ്രേരണ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിന് ഐശ്വര്യവും സമ്പർസമൃദ്ധിയും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കുട്ടികൾക്ക് വിദ്യാപ്രാപ്തി ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എന്തെങ്കിലും പറയാനുണ്ടോ? ഒബ്ജക്ഷൻ, യുവർ ഓണർ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറയും. പ്രഭുജി, പാദ നമസ്കാരം. പ്രഭുജി, നമ്മളുടെ എല്ലാ കർമ്മഫലങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാണ് നാമം ജപിക്കുന്നതെന്ന് നമ്മൾ പറയുന്നു, ഹരേ കൃഷ്ണ മന്ത്രം. പക്ഷെ ഈ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കും നമ്മുടെ മനസ്സ് എത്രയായാലും പ്രഭുജി നമ്മൾ പല ചിന്തകളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്രമാത്രം അതാണ് ചെയ്യേണ്ടത്? അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചു തന്നെ. നോട്ട് ദ പോയിന്റ് എല്ലാവർക്കും ഉള്ളത്, പേടിക്കണ്ട. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഉത്കണ്ഠ വേണ്ട കേട്ടോ, ഉത്കണ്ഠ വേണ്ട. പക്ഷെ അങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഒരു കോൺസെൻട്രേഷന്റെ ലക്ഷണം. അപ്പം അവരുടെ ഒരു ശ്രദ്ധയുണ്ട് എന്നൊരർത്ഥം, ശ്രദ്ധ. അപ്പൊ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്ഷമാപണം. അതിനാണ് നമ്മൾ കൃത്യമായിട്ട് ആദ്യവും അവസാനവും നമ്മൾ ചെയ്യുന്ന ഒരു ശ്ലോകം ഏതാണ്? മന്ത്രം ഏതാ? പഞ്ചതത്വ മഹാമന്ത്രം എന്ന് പറയും. പഞ്ചതത്വ മഹാമന്ത്രം. മഹാപ്രഭുവിന്റെ കരുണ നമുക്ക് അതിനകത്ത് വേണം. കാര്യം നമ്മൾ പതിതാത്മാക്കളാണ്. എനിക്കും എല്ലാവർക്കും സംഭവിക്കുന്നതാണ്, എനിക്ക് എപ്പോഴും സംഭവിക്കും. അപ്പോൾ അതിനെ നമുക്ക് ഗുരുവിന്റെ കൃപയോടെയാണ്, അതാണ് നമ്മൾ ഗുരുമുഖം തുടങ്ങുന്നത് നാമജപം. കഴിവതും നാമജപം മാലയിൽ തുടങ്ങുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാകും. ആ മാലയ്ക്കൊരു ശക്തിയുണ്ട്, ആ ബീഡ്സിനൊരു ശക്തിയുണ്ട്, ആ ജപത്തിനൊരു ശക്തിയുണ്ട്. അപ്പം ആദ്യം പഞ്ചതത്വ മഹാമന്ത്രത്തിനോട് തുടങ്ങണം. ആ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് പഞ്ചതത്വ മഹാമന്ത്രത്തോട് തന്നെ നമ്മൾ അവസാനിപ്പിക്കണം. കാര്യം ഇൻ ബിറ്റ്വീൻ നമ്മൾ ആ മന്ത്രത്തെ അന്യചിന്തകളോട് കൂടിയാണ് ജപിച്ചത്.
എത്രത്തോളം അതിനോട് കൂറു പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സത്യം നമ്മൾ തിരിച്ചറിയണം. ശീലപ്രഭുപാദരുടെ ചാൻഡിങ് മന്ത്രം ഇട്ടിട്ട് വെറുതെ ഇടാറുണ്ട്. ദയവായിട്ടത് വെറുതെ ഇടാനുള്ളതല്ല. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ശീലപ്രഭുപാദരുടെ ശബ്ദം അവിടെ ഉണ്ടാക്കാവൂ, ചെയ്യാവൂ. ഇല്ലെങ്കിൽ ആ ശബ്ദത്തെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ്. അതും ഒരു തരത്തിലുള്ള ഒരു പ്രോസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സാണ്. അദ്ദേഹത്തിന്റെ ശബ്ദത്തെ അവമതിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പ്രഭുപാദരുടെ ചാൻഡിങ്, പ്രഭുപാദരുടെ കീർത്തനം എല്ലാം ചെയ്യേണ്ടത്. നാമം ജപിക്കാൻ സംഖ്യ തികയ്ക്കാൻ വേണ്ടിയിട്ട് പ്രഭാഷണം നടത്തുകയും അവിടെ പോയി എന്നിട്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കും. രണ്ടിനോടും നമ്മൾ അപമതിക്കുകയാണ്. ഒന്ന് പ്രഭാഷകനോട്, ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആചാര്യനോട്, അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കേൾക്കുന്നില്ല. അതേസമയം നമ്മൾ നാമം ജപിക്കുന്നു, ആ ജപത്തിനോട് നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു സ്നേഹവും ഇല്ല. വെറുതെ നാവ് ഇങ്ങനെ ചലിക്കുന്നു, കൈകൾ ഇങ്ങനെ ചലിക്കുന്നു. അപ്പൊ ഇതിനെയൊക്കെ നമുക്കൊരു ഒരു ഫോക്കസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു കോൺസെൻട്രേഷനായി. ഇനി രണ്ട്, ജപിക്കുന്ന ആ ശബ്ദം നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാൻ നമ്മൾ സാധിക്കണം. നമ്മൾ എത്രയൊക്കെ നമ്മുടെ ചിന്തകൾ മറ്റിടത്തോട്ട് പോകുന്നുണ്ടോ, ഏതെങ്കിലും ഒക്കെ ഒരു നിമിഷങ്ങളിൽ ആ ചിന്തകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് തിരിച്ച് വീണ്ടും നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഈ ശ്രവണം കൊണ്ട് സാധിക്കുമെന്നർത്ഥം. അത് അങ്ങനെ കൃത്യമായി നമ്മൾ മുന്നോട്ട് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകാഗ്രതയോടെ നമുക്ക് നാമം ജപിക്കാൻ സാധിക്കും. മറ്റു ഒരു മെക്കാനിക്കൽ വർക്കിന്റെ ആവശ്യമില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ വളരെയധികം ഭഗവാനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും നിരന്തരമായ സാധനയിലൂടെ. അതെനിക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഉണ്ട് പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി. പ്രഭുവിന്റെ മൈക്ക് മ്യൂട്ട് ആണോ പ്രഭു? എന്തോ നമ്മളുടെ ഇപ്പൊ കേൾക്കാം. ചെയ്തതോട് പ്രഭു മാല എല്ലാവരും കാശ് കൊടുത്ത് വാങ്ങിക്കുവാണ്. പക്ഷെ ഞാൻ പറയുമ്പോ നമുക്ക് ശിക്ഷാഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവിന്റെ കയ്യിൽ നിന്ന് ആ മാല സ്വീകരിച്ച് ജപിക്കാൻ തുടങ്ങണം എന്നുള്ളതാണ് പ്രഭു. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതോടുകൂടി നമ്മൾക്ക് ശിക്ഷാഗുരുക്കന്മാർ ഒത്തിരി പേര് ഇപ്പൊ ഓൺലൈൻ വഴി അങ്ങനെ വരുമ്പോ ഉണ്ട്. എന്നാലും എന്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾ ഗുരുവിന്റെ കയ്യിൽ നിന്ന് ആ മാല, ആ ശിക്ഷാഗുരു ആണെങ്കിൽ ശിക്ഷാഗുരുവിന്റെ കയ്യിൽ നിന്ന് തന്നെ ആ മാല വാങ്ങി നമ്മൾ ജപം സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പ്രഭു. ശിക്ഷാഗുരു അല്ലേ മാല തരുന്നേ? കാശ് കൊടുത്താണെങ്കിലും ശിക്ഷാഗുരു അല്ലേ? കൊടുത്ത് ഓൺലൈൻ വഴി തന്നെ വാങ്ങുവാണ് കുറെ ആളുകളെ. നമുക്ക് എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്തണം. അത് പറഞ്ഞത് ശരിയാണ്, ശിക്ഷാഗുരുവിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് എടുക്കണം, അത് ഒന്ന്. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഈ ഓൺലൈൻ വഴി വാങ്ങിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവിടെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സാധിക്കും. പല വഴികളുണ്ട്. അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എങ്ങനെയാണെങ്കിലും നാമം ശിക്ഷാഗുരു നാമം ജപിച്ച് കൊടുത്തു വിട്ടു കഴിഞ്ഞാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇപ്പൊ നമ്മൾ ഒരു 90% നമ്മൾ നേരിട്ട് വാങ്ങിക്കുന്നതാണ്. പിന്നെ താല്പര്യപൂർവ്വം ശിക്ഷാഗുരുവിനെ കാണുന്നത് വരെ എനിക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല. നാമം ജപിക്കണം, നാമം ജപിക്കും, മാല എടുക്കും, നാമം ജപിക്കും. അതേസമയം ശിക്ഷാഗുരുവിനെ കാണുമ്പോൾ അനുഗ്രഹം വാങ്ങിക്കും. എല്ലാം കറക്റ്റാണ് മാതാജി. അതാ പ്രഭു ഞാൻ പറഞ്ഞത്, നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തുമ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് ഒരു മാല വാങ്ങി ശിക്ഷാഗുരുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ് പ്രഭു. ഹരേ കൃഷ്ണ. അതാണ് അതിന്റെ ഒരു വഴി. അതിനൊരു വഴി അതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. നമ്മളിവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ വാങ്ങി കൊടുത്തിട്ടുണ്ട് പ്രഭുജി. അവര് അപ്പൊ ജപിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെ ഗുരു ഒന്നുമില്ല, നമ്മുടെ ഗുരുവിന്റെ അടിയിലാണ്. എന്നാലും നമ്മള് തീർച്ചയായിട്ടും അങ്ങനെയാണ് പ്രഭുജി. അതപ്പോ ദോഷമല്ല. നമ്മുടെ എല്ലാ ഗുരുവും ശീല പ്രഭുപാദരാണ്. എല്ലാവരുടെയും കോമൺ ഗുരുവാണ് ശീല പ്രഭുപാദര്. ഈ ശിക്ഷാഗുരു എന്ന സങ്കല്പം തന്നെ, ശിക്ഷാഗുരു ഒരു 100 ശിക്ഷാഗുരു ഉണ്ടാവാം. ഈ നാമം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളും ശിക്ഷാഗുരു തന്നെയാണ്.
നമ്മുടെ ശിക്ഷാഗുരു തന്നെ വേണമെന്നില്ല. നമ്മൾ മറ്റൊരാൾക്ക് നാമം ജപിക്കാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അവരുടെ ശിക്ഷാഗുരു ആയി. ആക്ച്വലി ആയോ അല്ലേ? ആയി പ്രഭു, ആയി. അപ്പം എങ്ങനെയാണെങ്കിലും ഗുരു സവിധത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരുടെയും കോമൺ ഗുരുവാണ് ശ്രീലാ പ്രഭുപാദര്. പിന്നീട് അതിൻ്റെ പ്രോസസ്സിങ്ങും ഇമ്പ്രൂവ്മെന്റും അനുസരിച്ചിട്ട് ബാക്കിയുള്ള പിന്നെ ശിഷ്യത്വങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകും. ആദ്യം എന്ന് പറയുന്നത് നമ്മളൊരാൾക്ക് നാമം പറഞ്ഞു കൊടുക്കുക, അത് നമ്മൾ സ്വയം ശിക്ഷാഗുരു ആവുക, അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക, അത് മുന്നോട്ട് പോവുക. ഹരേ കൃഷ്ണ. തൃപ്തിയായോ? ഹരേ കൃഷ്ണ. സമയമായി കഴിഞ്ഞിരിക്കണോ? താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. എല്ലാരും വരിക. പ്രഭുജിയോട് ആദരവപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ